ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രോബ്ലം സെക്ഷനാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു ചോയ്സ് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ക്വസ്റ്റ്യൻസ് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഓപ്റ്റ് ചെയ്യുക. കാരണം 1 മാർക്കിനാകുമ്പോൾ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താ, സമയം പോവും. പ്രോബ്ലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്, രണ്ടാമത്തെ ഒരു തിയറി പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത്, എ ബോഡി ഓഫ് മാസ് 10 milligram is moving with a velocity of 100 meter per second അഥവാ meter second inverse. The wavelength of de Broglie wave associated with it would be noted. H is equal to 6.63 into 10 raised to minus 34 joule second. അല്ലേ, നിങ്ങളോട് ചോദിച്ചത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ? ലാംഡ. അല്ലേ, ലാംഡ എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ഡി ബ്രോഗ്ലിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ഓർ ലാംഡ ഇസ് ഈക്വൽ ടു h/p. ഈ 2 ഇക്വേഷനും എടുക്കാം. നിങ്ങൾക്ക് മാസും വോളിയം ഡയറക്റ്റ് തരാതെ മൊമെൻ്റമാണ് തന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷനും വെച്ചെടുക്കാം. നേരെ മറിച്ച് മാസും വെലോസിറ്റിയും കൂടെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ക്ലിയർ? നേരിട്ട് ചില സമയത്ത് ചിലപ്പോൾ മൊമെൻ്റം മാത്രം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, മാസും വോളിയം ഇല്ലല്ലോ, സോ കാണാൻ പറ്റില്ലല്ലോ. ഡി ബ്രോഗ്ലിക്ക് 2 ഇക്വേഷൻ ഉണ്ട്. അതായത് 2 ഇക്വേഷൻ, മാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് മൊമെൻ്റം ആണല്ലേ. ദാറ്റ് ഈസ് P ഇസ് ഈക്വൽ ടു mv എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴുള്ള പ്രത്യേകത, നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ആണെങ്കിൽ നമ്മളൊന്ന് കൺഫ്യൂസിങ് ആക്കാനുള്ള സാധ്യത. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഈ എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കളക്ട് ചെയ്യേണ്ടതിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ നിങ്ങൾക്ക് എച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാസ് m തന്നിട്ടുണ്ട്. ബോഡി ഓഫ് മാസ് 10 milligram ആണ് അല്ലേ? 10 milligram തന്നിട്ടുണ്ട്. വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ മീറ്റർ പെർ സെക്കൻഡിലാണ്, h ജൂൾ സെക്കൻഡിലാണ്. പക്ഷെ നമ്മുടെ മാസ് കൊടുത്തിട്ടത് മില്ലിഗ്രാമിലാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഡയറക്റ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ പ്രോബ്ലം സെക്ഷൻ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് പറയുന്ന കൂടെ തന്നെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്ന ഡാറ്റ എഴുതി വയ്ക്കാം. ഓക്കെ, ബോഡി ഓഫ് മാസ് m is equal to 100 milligram, വെലോസിറ്റി v is equal to 100 meter per second, hന്റെ വാല്യൂ 6.63 into 10 raised to minus 34 joule second അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡാറ്റ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അറ്റ് ദ സബാറ്റോമിക് ലെവൽ ക്വാണ്ടം മെക്കാനിക്സ് അസ്യൂം ദാറ്റ് മാറ്റർ ബിഹേവ്സ് ബോത്ത് ലൈക്ക് എ വേവ് ആൻഡ് ലൈക്ക് പാർട്ടിക്കിൾ അല്ലേ? വേവ് ക്യാരക്ടർ ഉണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എവരി മൂവിങ് പാർട്ടിക്കിൾ ക്യാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓപ്പറേറ്റ് ആസ് എ വേവ് അറ്റ് ടൈംസ്, ആസ് എ പാർട്ടിക്കിൾ ആൻഡ് അതർ ടൈംസ്. അതായത് ചില എന്ത് ചെയ്യും, വേവ് നേച്ചറും കാണിക്കും. ഒരു മൂവിങ് പാർട്ടിക്കിൾ അല്ലേ എന്ത് ചെയ്യും, വേവ് നേച്ചറും കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഡി ബ്രോഗ്ലി എന്ത് ചെയ്തത്, അത് മൂവിങ് പാർട്ടിക്കിളിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു ഇക്വേഷൻ കൊണ്ടുപോകും. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അപ്പം നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലാംഡയാണ് അല്ലേ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ലാംഡയാണ്. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv.
mv. That is lambda is equal to de Broglie wavelength h. ഓക്കെ, ഹൈറ്റ് അല്ല, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ m എന്ന് പറയുന്നത് മാസ്, v എന്ന് പറയുന്നത് വെലോസിറ്റി, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, m എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, 10 മില്ലിഗ്രാം. ഇതിനെന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 എന്താണ്, -6 കിലോഗ്രാം ആണ്. അത് ഓർത്ത് വെച്ചോളൂ. അത് ഞാൻ നിങ്ങൾക്ക് SI യൂണിറ്റിന്റെ കൺവേർഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം, ഈ യൂണിറ്റ് കൺവേർഷൻ ചെയ്യാനുള്ള ക്വാണ്ടിറ്റീസും കാര്യങ്ങളും കൃത്യമായി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ 1 മില്ലിഗ്രാം ഇസ് ഈക്വൽ ടു എന്താണ്, 10⁻⁻6 കിലോഗ്രാം ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് m എന്ന് പറയുന്നത് 10 മില്ലിഗ്രാമിനെ എന്ത് ചെയ്യണം, 10 × 10⁻⁻6 ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കിലോഗ്രാം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഡാറ്റ എല്ലാം അവിടെ ഉണ്ട് അല്ലേ. സോ നമ്മൾ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ലാംഡ is equal to h/mv. h എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6.63 × 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് മാസ് 10 × 10⁻⁻ എന്താ ചെയ്യേണ്ടത്, 10 × 10⁻⁻6, പിന്നെ വെലോസിറ്റി 100. അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6.626 × 10⁻⁻36 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇതാണ് എന്ത്, നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, ദാറ്റ് ഈസ് ലാംഡ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് കിട്ടിയത് ഇക്വേഷൻ എവിടെ ഉണ്ടോ നോക്കണം അല്ലേ. എത്ര നിങ്ങൾക്ക് ആൻസർ വന്നിട്ടുള്ളത്, ബി 6.63 ബി ആണ് ആൻസർ. 6.63 × 10⁻⁻31 അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് ആൻസർ വന്നിട്ടുള്ളത് അല്ലേ. 6.6 അതിനെ ഈ 6.26 നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്തെടുക്കാം. കാര്യം 6.62 ഇവിടെ 6 ആയതുകൊണ്ട് ഇതിനൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ 6.63 അങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം. ഇത് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു ന്യൂക്ലിയസ് അല്ലേ, ഒരു ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ഡാഷ് ഓഫ് ദ മാസ് ഓഫ് ആൻ ആറ്റം. അത് ഒരു ആറ്റത്തിൻ്റെ മാസിൻ്റെ എത്ര ശതമാനത്തോളാണ് നമ്മുടെ ന്യൂക്ലിയസ് വരുന്നത്, ന്യൂക്ലിയസിൻ്റെ മാസ് എത്രത്തോളാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ എ is equal to 75, ബി 18.9%, സി 99.98%, ഡി 100%. അതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സി ആണ്. 99.98% നമ്മുടെ ആറ്റത്തിൻ്റെ മാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ, നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം, സമയം ലാഭിക്കാനും എളുപ്പം. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് സമയം അവിടെ പോവും. 1 മാർക്കേ പ്രോബ്ലത്തിനുള്ളൂ എങ്കിൽ കൂടി എന്ത് ചെയ്യും, കുറച്ചധികം സമയം പോവും പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 6 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്ഷനിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, 16 ക്വസ്റ്റ്യൻ ഉണ്ടാവും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കേ. ഇനിയൊക്കെ ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? അതായത് ബേക്കിംഗ് പൗഡർ എന്ന് നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, സോഡിയം ബൈകാർബണേറ്റ്. NaHCO3 എന്നാണ് നമ്മൾ എന്ത് പറയുക, ബേക്കിംഗ് പൗഡറിനെ പറയാം. ഓക്കെ, ക്ലിയർ. പിന്നെ വരുന്നത് സോഡിയം കാർബണേറ്റ്. Na2CO3 എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. Na2SO4 സോഡിയം സൾഫേറ്റ്. NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വിച്ച് ഹാസ് ദ മാക്സിമം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉള്ളത്? ഓക്കെ, നമ്മുടെ ABCD അതിൽ നമ്മുടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറിൽ എന്തുണ്ട്, സീഷ്യത്തിനെയാണ് തന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് സീഷ്യത്തിനാണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ സീഷ്യത്തിനാണ് എന്ത് വരുന്നത്, ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ വരുന്നത് നമ്മുടെ സീഷ്യത്തിനാണ്. ഓക്കെ,
അപ്പം അത് നമ്മളെ എന്താണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ നിങ്ങൾ കറക്റ്റ് പഠിച്ച് അത് ഓരോ എലമെൻസിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. നമുക്ക് ABCD എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് അല്ലേ, മൂന്ന് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദീസ്, ഇവയിൽ ഏതുമല്ല എന്നാണ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന കോംപ്ലക്സുകളിൽ ഏതിനാണ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ഉള്ളത്? സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആയിട്ടുള്ള NiCl4 2- എന്ന് പറയുന്ന ക്രിസ്റ്റലിനാണ് എന്ത് വരുന്നത്, സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഈ സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ആണ്. അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ സ്ട്രക്ചറിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇനി വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ, മോഹർ സാൾട്ട് ഈസ് ഡാഷ്. അതായത് മോഹർ സാൾട്ടിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത് ഫോർമുല എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. A Fe2SO4 thrice NH4 twice SO4 dot 6H2O. രണ്ടാമത്തെ നോക്കൂ FeSO4 dot NH4 twice SO4 dot 6H2O. ഏതാ വന്നിട്ടുള്ളത്? ബി ആണ് നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് FeSO4 dot NH4 twice SO4 dot 6H2O. എയും ബിയും തമ്മിൽ ചെറിയ മാറ്റേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യരുത്, കറക്റ്റ് ആൻസർ പിക്ക് ചെയ്ത് എഴുതാം. ഓക്കെ, അതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഓർഗാനിക്കിൻ്റെ സെക്ഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എമംഗ് ദ ഫോളോയിങ് ആൽക്കീൻ 1 butane cis 2 butane trans 2 butane the decreasing order of the stability is dash. ഡിക്രീസിങ് ഓർഡർ ഏറ്റവും കുറവ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ആണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഏറ്റവും കൂടുതലുള്ള ആളെ സ്റ്റെബിലിറ്റി ആണ് എഴുതേണ്ടത്. നിങ്ങളുടെ ആൻസർ വന്നിട്ടുള്ള എ ആണ്. നമ്മുടെ ട്രാൻസ് 2 ബ്യൂട്ടീനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത്. ട്രാൻസ്ഫോമിൻ്റെയും സിസ് ഫോമും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമിൽ റിപ്പൽഷൻ കുറവാണ്, സിസ് ഫോമിൽ എന്താണ് റിപ്പൽഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫോമിന് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, സ്റ്റെബിലിറ്റി വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ കോമ്പൗണ്ട് ആയിട്ടുള്ള സിസ് 2 ബ്യൂട്ടീൻ ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ഉള്ളത് ഡിക്രീസിങ് സ്റ്റെബിലിറ്റി വന്ന് നമ്മുടെ 1 ബ്യൂട്ടൈൻ ആണ് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ഓർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത് നിങ്ങളോട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ IUPAC നെയിം ഓഫ്, നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ട് എന്ത് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്? അതായത് 1 2 3 4 5 6 കാർബൺ ഉള്ള ഒരു സൈക്ലിക് അത് 6 കാർബൺ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് ആരാണ്? ആൽക്കീനാണ്. സോ 6 എന്ന് പറയുമ്പോൾ ഹെക്സി. സോ പിന്നെ സൈക്ലോ സ്ട്രക്ചറാണ്. സോ നമ്മളതിനെ സൈക്ലോ ഹെക്സീൻ എന്ന് പറയും അല്ലേ. അപ്പോൾ സൈക്ലോ ഹെക്സീൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ ഡബിൾ ബോണ്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ സമയത്ത് അവിടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്പറിങ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ. സോ നമ്മൾ നമ്പർ ഇടുമ്പോൾ 1 2 3 4 5 6. അപ്പോൾ ആ ഡബിൾ ബോണ്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ നമ്പർ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഫോം നമുക്ക് മനസ്സിലായി, സൈക്ലോ ഹെക്സീൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതിലൊരു ബ്രാഞ്ച് വന്നിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യുക? അപ്പോൾ 3ാമത്തെ കാർബണിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 3 മീഥൈൽ സൈക്ലോ ഹെക്സീൻ അല്ലേ. അതായത് 3 മീഥൈൽ സൈക്ലോ ഹെക്സീൻ എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇതൊക്കെ സിമ്പിൾ നെയിമിംഗ് ആണ്. ഓക്കെ, നെയിമിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വെൻ CH3CH2 CHCl2 ഈസ് ട്രീറ്റഡ് വിത്ത് NaNH2 ദ പ്രോഡക്റ്റ് ഈസ് ഡാഷ്. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് വരുന്നത് എന്നാണ് നിങ്ങളടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ CH3CH2 CHCl2 എന്ന കോമ്പൗണ്ട് എന്ത് ചെയ്ത് NaNH2 നമ്മൾ ട്രീറ്റ് ചെയ്തു അല്ലേ.
ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഏതാണ് നമ്മളെ കോമ്പൗണ്ട് വരുന്നതെന്നാണ്. ഇതൊക്കെ റിയാക്ഷൻസ് ആണ്. ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. സോ ആ റിയാക്ഷൻസ് ഇപ്പം ഇന്ന റിയാക്ഷൻസ് മാത്രമേ ചോദിക്കൂ എന്നുള്ള ഏത് റിയാക്ഷൻസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. സോ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഇത് ഒരു റിയാക്ഷനാണ്. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ബി ആയിട്ടുള്ള CH3C ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അതായത് നമ്മുടെ എന്ത് ചെയ്യും, ഈ CH3CH ഇവിടെ എന്ത് ചെയ്യും, ക്ലോറിന് മുറിഞ്ഞു പോവും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഹൈഡ്രജനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അതിന് എന്ത് വരിക, ആ ഒരു സ്ട്രക്ചർ വരിക. അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചോയ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് അധികം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർ തന്നിട്ടുണ്ട്, അതായത് ചോയ്സ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രീറ്റ്മെന്റ് ഓഫ് ബെൻസീൻ വിത്ത് ഐസോബ്യൂട്ടീൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ്. ഓക്കെ, അതും ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. അതിൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ബി വന്നിട്ടുള്ള ടെർഷറി ബ്യൂട്ടൈൽ ബെൻസീൻ ആണ്. ഓക്കെ, ഐസോബ്യൂട്ടൈനെ ബെൻസീനായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ടെർഷറി ബ്യൂട്ടൈൽ ബെൻസീൻ ആണ് എന്തായിട്ട് കിട്ടുക, പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ബ്രോമിൻ വാട്ടർ ഇറ്റ് ഗീവ്സ് ഡാഷ്. എന്താണ് ഫോം ചെയ്യുന്നതാണ് ചോദിച്ചത്. നമ്മുടെ ഫിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ആൻസർ വരുന്നത് ഓക്കെ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ. ഓക്കെ, ഫീനോളിൻ്റെ സ്ട്രക്ചറിലേക്ക് 3, 2, 4, 6 എന്നുള്ള പൊസിഷനിലേക്ക് ആര് വരും, ട്രൈബ്രോമോ ഫീനോള്. ഓക്കെ, 3 ബ്രോമിൻ കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ എന്ന് വിളിക്കാനായിട്ട് കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വരിക ഡി ആണ് ആൻസർ വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അതിന് എന്തുണ്ട്, ചോയ്സ് ഉണ്ട്. അതിൽ കണ്ടോ രണ്ടാമത്തെ ചോയ്സ് വരുന്നത് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ സബ്സ്റ്റൻസ് അല്ലേ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളം എന്താ, ഒരു സബ്സ്റ്റൻസിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഡീഹൈഡ്രേഷൻ. സ്വാഭാവികമായിട്ട് എന്താണത്, എലിമിനേഷൻ റിയാക്ഷൻ അല്ലേ മക്കളെ. സോ എന്ത് ചെയ്തു, വാട്ടർ മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എലിമിനേറ്റ് ചെയ്ത്. അതാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ വാട്ടർ മോളിക്യൂളിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കുക. അപ്പോൾ എന്തിന് എക്സാമ്പിളാണ്, എലിമിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് 13ാമത്തെ ക്വസ്റ്റ്യനിൽ എസ്റ്റർ ഈസ് ഫോംഡ് ബൈ എ റിയാക്ഷൻ ബിറ്റ്വീൻ. അത് എസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റർ ഈസ് ഫോംഡ് ബൈ എ റിയാക്ഷൻ ബിറ്റ്വീൻ ഡാഷ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചിട്ട്, അല്ലെങ്കിൽ ആസിഡും ബേസും, അല്ലെങ്കിൽ ആൽക്കൈനും ആൽക്കഹോളും, അല്ലെങ്കിൽ കീറ്റോണും ആൽക്കഹോളും. നിങ്ങൾക്ക് ഇവിടെ ആൻസർ വരിക ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് നോർമലി എന്ത് കിട്ടുക, എസ്റ്റർ ഫോം ചെയ്യുന്നത്. ആ ഒരു റിയാക്ഷൻ വഴിയാണ്. ഓക്കെ, ഇനി 14ാമത്തെ റിയാക്ഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോട്ട് പ്രിപ്പയർഡ് ബൈ സാൻമയേഴ്സ് റിയാക്ഷൻ. ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാൻമയേഴ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് സാൻമയേഴ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത കോമ്പൗണ്ടിൻ്റെ പേര് ഏതാ എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ക്ലോറോബെൻസീൻ, ഓപ്ഷൻ ബി അയഡോബെൻസീൻ, ഓപ്ഷൻ സി ബെൻസീൻ നൈട്രൈൽ, ഓപ്ഷൻ ഡി ബ്രോമോ ബെൻസീൻ. ഓക്കെ, ഓപ്ഷൻ എ സി ഡി ഇത് 3 എന്ത് ചെയ്യാൻ പറ്റും, സാൻമയേഴ്സ് റിയാക്ഷൻ വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോമ്പൗണ്ടുകളാണ്. ഓക്കെ, അതിൽ വരാത്ത ആളാണ് അയഡോബെൻസീൻ. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് നെയിമിംഗ് റിയാക്ഷൻ, ആ ഒരു നെയിമിംഗ് റിയാക്ഷനിൽ ഒന്നാണ് സാൻമയേഴ്സ് റിയാക്ഷൻ. നെയിമിംഗ് റിയാക്ഷൻസ് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെയിമിംഗ് റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെക്ഷനിൽ 16 ക്വസ്റ്റ്യൻ അല്ലേ. സെക്ഷൻ എയിൽ 2 ടൈപ്പാണ് വരുന്നത്. അതിൽ 1 to 16 എന്താണ്, 1 മാർക്ക്. അപ്പോൾ നമുക്കിനി 2 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് തീർന്നു.
Okay, so the functional group which is found in amino acid is, അതായത് അമിനോ ആസിഡിൽ കാണുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. NH2 എന്ന് പറഞ്ഞാൽ അമീൻ ഗ്രൂപ്പാണ്. ഓക്കെ, അമീൻ ഗ്രൂപ്പാണ്. അതുപോലെ CH3 എന്ന് പറഞ്ഞാൽ മിഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മുടെ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെയാണ് പറയുക? നിങ്ങൾ ഏതൊക്കെയാണ് പറയുക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബോത്ത് എ ആൻഡ് ബി, അതായത് കാർബോക്സിലിക് ആസിഡും NH2 ഗ്രൂപ്പും ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്, അമിനോ ആസിഡിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ വൈറ്റമിൻസ് അബ്സോർബ്ഡ് ഫ്രം ഇൻഡസ്റ്റൈൻ എലോങ് വിത്ത് ഫാറ്റ്സ് ആർ ഡാഷ്. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഫാറ്റിൻ്റെ കൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ഏതെല്ലാം? നിങ്ങളുടെ ആൻസർ വരുന്നത് എ ആണ്, എ ആൻഡ് ഡി. എയും ഡിയും എന്ന വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി ആണ് ഫാറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് ഈസ് ഡാഷ്. നമ്മുടെ എന്താ? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഓപ്ഷൻ എ ആൽബുമിൻസ്, ഓപ്ഷൻ ബി ഗ്ലോബുലിൻസ്, ഓപ്ഷൻ സി ഫൈബ്രിനോയിൻ, ഓക്കെ, ഓപ്ഷൻ ഡി ഫൈബ്രിനോജൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഫൈബ്രിനോജൻ ആണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 16 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് മൊത്തം 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ, അതായത് ഇതിൽ തന്നെ വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 16 കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് അല്ലേ സെക്ഷൻ എയിൽ വരുന്നത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.